നമസ്കാരം. ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്തകളിലൂടെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടന്നു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് ഉടൻ വിതരണം ചെയ്യുക, എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSCയെ ഏൽപ്പിക്കുക, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. മ്യൂസിയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ശശി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സത്യരാജൻ സ്വാഗതവും ട്രഷറർ കമലാസനൻ നന്ദിയും പറഞ്ഞു. R മുരളി, VP വിജയൻ, CK അജിത് കുമാർ, MS ബാഹുലയൻ, കൃഷ്ണൻകുട്ടി VN, അനീഷ് കുമാർ ചിത്രമ്പാട്ട് എന്നിവർ സംസാരിച്ചു. അവകാശങ്ങൾ നേടിയെടുക്കാൻ പണമുറിയാതെ അടിപതറാതെ ഓരോ വഴിയും മുമ്പോട്ട് KVS സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, സെക്രട്ടേറിയറ്റ് മാർച്ച് സിന്ദാബാദ്, ജാതി സെൻസസ് നടപ്പിലാക്കുക, ഹോം സർവേ നിർത്തലാക്കുക, ഈ ഗ്രാന്റ് വിതരണം ചെയ്യുക. പോരാട്ടം ഇത് പോരാട്ടം, പോരാട്ടം ഇത് പോരാട്ടം, പോരാട്ടം ഇത് പോരാട്ടം, പോരാട്ടം ഇത് പോരാട്ടം. ജനിച്ച മണ്ണിൽ മനുഷ്യ പാർപ്പിട സൗകര്യത്തിന്റെ വിഷയം നമുക്കറിയാം. ഇന്ന് ഒരു വെയിറ്റിംഗ് ഷെഡിന് ഒരു MP കൊടുക്കുന്നത് MP മുഖാന്തരം വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം രൂപ വെയിറ്റിംഗ് ഷെഡിന് കൊടുക്കുമ്പോൾ 10 ലക്ഷം 12 ലക്ഷം രൂപ വെയിറ്റിംഗ് ഷെഡിന് കൊടുക്കുമ്പോൾ നമുക്കൊക്കെ വീട് അനുവദിക്കാൻ വേണ്ടി 4 ലക്ഷം രൂപയാണ് രീതിയിലല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കുറച്ചുകൂടി ആർജവത്തോടെ കാര്യഗൗരവത്തോടെ ഈ ആനുകാലിക വിഷയങ്ങൾ നമ്മളെയും നമ്മുടെ വരും തലമുറയെയും ബാധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാലം അമാന്തിച്ചിരിക്കുന്നു. ആ തിരിച്ചറിവാണ് നമ്മൾ ഒരുമിച്ച് ആപത്ഘട്ടങ്ങളിൽ ഒരുമിച്ച് വിഷയാധിഷ്ഠിതമായി ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമ്മുടെ തലമുറയോട് കാട്ടുന്ന ഏറ്റവും വലിയ വഞ്ചനയായ എന്ന തിരിച്ചറിവാണ് ഇങ്ങനെ ഏകോപന സമിതിക്ക് രൂപം നൽകുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ആ ഏകോപനത്തെ ഒക്കെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഭരണചക്രങ്ങൾ തിരിയുകയാണ്. ഇതിന് ഏത് ഭരണ സംവിധാനം എന്നൊരു വ്യത്യാസമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന വ്യത്യാസമില്ല. എല്ലാവരും ഇന്ന് അവരവരുടെ കൊടിക്ക് കീഴിൽ ആളിനെ സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം സംഘടിക്കുകയാണ്. പട്ടികജാതിക്കാരന്റെ വിഷയം അത് അവഗണിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ. സപ്ലൈകോയെ സംരക്ഷിക്കുക, തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും തൊഴിലും വേതനവും ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC സത്യഗ്രഹ സമരം തുടങ്ങി. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അധ്യക്ഷനായി. ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കേരളീയ പൊതുസമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനമാണ് സപ്ലൈകോയിലെ തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് ഒരു വിഷയം വന്നാൽ ആ വിഷയം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം, ആ വിഷയത്തിൽ നല്ലവണ്ണം ഇടപെടേണ്ട ഉത്തരവാദിത്വം AITUCക്ക് ഉണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നമ്മുടെ സമരശേഷം 3 കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്.